ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കുട്ടൂസിന്റെ മുടി വെട്ടുന്നു. അപ്പൊ സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറൂണ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ന്യൂ ബോൺ ബേബീസിന്റെ ഹെയർ കട്ടിങ് ചെയ്യുക. അപ്പം സാധാരണ രീതിയിൽ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ ചില അമ്പലങ്ങളിലേക്കൊക്കെ നേരുന്ന പരിപാടി അങ്ങനത്തെ ഒക്കെ ഉള്ള സാധനം ഉണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയിലെ വലിയ ഒരു വിശ്വാസവും താല്പര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ആ സ്ഥിതിക്ക് ഇവന്റെ മുടി സ്വന്തം ഞാൻ സ്വന്തം അച്ഛനായ ഞാൻ വെട്ടും. അതായത് എനിക്ക് ഈ പ്രായത്തിൽ ഈ ആ ഒരു വേർഡ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറ്റുള്ളൂ. അപ്പം ഇന്ന് ഇവന്റെ മുടി വെട്ടാൻ പോകുന്നത് വേറെ ആരുള്ള സുഹൃത്തുക്കളെ, ഞാനാണ്. പണ്ട് ഞാൻ ഇവന്റെ മുടി വെട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പകുതി എത്തിയപ്പോ ട്രിമ്മറിനെ ചാർജ് തീർന്നത്. ഇപ്പൊ ഇന്റെ കുറ്റല്ലോ. അല്ല, പിന്നെ ഓൻ പോയിട്ട് രാവിലെ ഓൻ ഇതാക്കി, രാവിലെ ഓനെ സൈഡൊക്കെ വൃത്തിയാക്കി കൊടുത്ത്, എന്നിട്ട് ഞാൻ എന്താക്കി പകുതി ആകുമ്പോഴത്തേക്ക് പിന്നെ ട്രിമ്മറിനെ ചാർജ് തരുന്നു. എന്നിട്ടോ ഞാൻ പറഞ്ഞ വൈകുന്നേരം പോയി ഈ അന്ന് ഇവിടെ ഇല്ല. ഓൻ ചെറുതായിരുന്നു. ഓൻ എനിക്ക് തോന്നുന്നൊരു 5-ലോ ആ ഒരു പ്രായത്തിലായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്കറിയാവുന്ന ഒരു രീതിയിൽ ഇവന്റെ മുടി ഞാനൊന്ന് സ്റ്റൈലിഷ് ആക്കിയിട്ട് മുടുക്കനാക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. കൊളായ നമ്മൾ ഒന്നും ചെയ്യാനില്ല, നേരെ എടുക്കുക, നേരെ പോയിട്ട് ഇവിടെ അടുത്തുള്ള ഓർമ്മ ഹെയർ ക്ലബ് ഉണ്ട്, തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോവാ. അല്ലെങ്കിൽ മൊട്ട കണ്ട് അടിച്ചാളും. അതെങ്ങനെ ഉണ്ടാവും? അടിപൊളിയാ. പക്ഷെ കുറച്ച് മുടി അവിടെ വെച്ചോ, രസല്ലേ? ഇവന്റെ മുടി നോക്കണേ, ഇവന്റെ മുടിയിൽ ബാക്ക് സൈഡ് കാണാൻ ഭയങ്കര രസാ. കോയിവാല് മാരിയാക്കിട്ടുണ്ട്. ഇതിന്റെ ഒരു ലെങ്ത് നോക്ക്, ഇത്രയുണ്ട്. എനിക്കാണെങ്കിൽ മുടി വെട്ടായിട്ട് അങ്ങനെ അങ്ങനെ കൈ തരിച്ചോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ എന്താ പറയാ വെട്ടാൻ ഉപയോഗിക്കുന്ന ചെയർ എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നോളും. എന്റെ മടിയിൽ വെച്ച് വെട്ടിട്ടല്ലേ? ശരിയാ. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്ക് വെട്ടു. ബാക്ക് അങ്ങനെ വെട്ടു. ബാക്ക് ഞാൻ അങ്ങനെ വെച്ചു. ബുദ്ധി ഉണ്ടല്ലേ? പിന്നല്ലാതെ എന്നെ അതുകൊണ്ടല്ലേ കല്യാണം കഴിച്ചേ. അതെ അതെ അതെ, പിന്നെയാണ് എനിക്ക് ബുദ്ധി വെച്ചത്. പിന്നെ നമ്മൾ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്രിക എന്ന് പറയുന്നത് ഇതാണ്. മറ്റേ ടൈപ്പ് കത്രിക ഞാൻ എന്താ പറയാ ചോദിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇതാണ് നമ്മുടെ ട്രിമ്മർ. ഈ ട്രിമ്മർ ഉപയോഗത്തിലാവോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഈ ട്രിമ്മർ ഉപയോഗിച്ചല്ല ഓന്റെ മുടി വെട്ടിയത്. വേറെ ട്രിമ്മർ അതെനിക്ക് തോന്നുന്നു ഏട്ടന്റെ ആയിരിക്കും, രണ്ടാ തോന്നുന്നു. എന്നാ പിന്നെ മുടി വെട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ? മുടി വെട്ടട്ടെ? അപ്പോഴേക്കും ഫോണ് കണ്ട അപ്പ വേണം. മുടി വെട്ടട്ടെ? മുടി നോക്കട്ടെ. ജനിച്ചപ്പ തൊട്ടുള്ള മുടിയാണിത്, ജനിച്ചപ്പത്തൊട്ട്. പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്. കോളാക്കിയാ വിടുക, ബൈക്ക് എടുക്കാ വിടുക, ഓർമ്മ പോവാ. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ? മോനെ പുതിയ പുതപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ സൈഡിൽ നിന്ന് വെട്ടി തുടങ്ങണോ ഇവിടുന്ന് വെട്ടി തുടങ്ങും? ദൈവമേ, ഫ്രണ്ടിൽ മുടി കുറവാണല്ലോ. ഇവനെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എന്നോട് ഉമ്മ കിട്ടുക. ഉമ്മ കിട്ടിക്കഴിഞ്ഞാൽ അവനെ കിട്ടുന്ന കാണിച്ചരാ. ഇപ്പച്ചിരിക്കും ഇങ്ങോട്ടോക്ക്, ചുണ്ടാപ്പി ഇങ്ങോട്ടോക്ക് നോക്ക്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും പറയുമ്പോ. അതല്ല, മറ്റേ സുരാജിന്റെ മറ്റേ ചട്ടമിതാണ് ഉമ്മ വെച്ച് കളിക്കുന്ന. ഓക്കെ, ഞാൻ വെട്ടി തുടങ്ങാണ് സുഹൃത്തുക്കളെ. ചെറിയ പല്ലെടുക്ക്. പല്ലോ? ചെറുപ്പിന്റെ പല്ലും എടുക്കണായിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു സുഖം കിട്ടുന്നില്ല. എനിക്ക് ഇങ്ങനെ വെട്ടാൻ സുഖം കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ വെട്ടാം. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ ചെറുപ്പം നോക്കണം. ഇതെല്ലാം കൂടെ കൊളാവാനുള്ള ചാൻസ് ഞാൻ എല്ലാം കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ ഞാൻ വെട്ടിക്കുന്നു ഫസ്റ്റ്. തൽക്കാലം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് എത്ര വെട്ടണോ? നല്ലോണം പോണെന്നാ ട്രിമ്മർ വെച്ചാൽ ശരി. ഞാൻ എന്റെ സ്കില്ല് കാണിക്കാൻ വിചാരിച്ചു, ഇപ്പൊ അത് നടക്കൂല. ഇപ്പൊ ട്രിമ്മർ വെച്ച് ഈ ട്രിമ്മർ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല മുടി വരും. പറ്റുന്ന എത്ര കിട്ടൂലേ? നോക്കാം. ഓക്കെ, കിട്ടുന്നുണ്ട്. ഒന്നല്ല കിട്ടണ്ടാ മുടി മുടിയല്ലേ കാണുന്നേ. ഇത് മൂടി പോലത്തെ
സുണ്ടാപ്പിയേ. ചേരാമ് ഇപ്പണ്ടല്ലോ ഇപ്പൊ കറക്റ്റ് മറ്റേ ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമില്ലേ അതുമാതിരി സുണ്ടാപ്പി എങ്ങോട്ട് നോക്കി. ഇപ്പൊ ഓന് വേറൊരു മുഖമായി. ഇപ്പൊ ഓന് വേറെ എന്തോ ഒരു വലിയ ആളമാരി തോന്നുന്നു. അപ്പൊ ചെറിയൊരു മുഖം മാറിയിട്ട് വലിയ ആളമാരിയായി. വേണ്ട പരന്ന നോക്കല്ലേ. അല്ല ഏട്ടനെ പണ്ടത്തെ മോൻ വരുന്നുണ്ടായിരുന്നു പണ്ട്. എന്തായാലും ഇന്നെ കണ്ടുക്കുന്നു. അതല്ല അവരെ ഫോട്ടോ ഇല്ലേ ഇത് മറ്റേ എന്തിനാടോ ഞാൻ നീറ്റാക്കി തരാം. നീ കുറച്ച് സമാധാനം കൊണ്ടാ. 100% ക്വസ്റ്റ്യൻസ് നിന്റെ മുടിയും വെട്ടിയാലോ കയറുന്നു. കിട്ടിയല്ലോ. അപ്പൊ രണ്ടാ കൂടി നേരെ പോവാ ഇങ്ങോട്ട് ഷോപ്പിലേക്ക്. അപ്പൊ ഒരുമിച്ച് വെട്ടാനേ രണ്ടാക്കും. നീ കത്തിരി കൊണ്ട് പണിയെടുക്കട്ടെ. ഇവരെ കളിപ്പിക്കണ ഒരാള് തൂങ്ങുന്നുണ്ട്. ഉറങ്ങി തൂങ്ങല്ലോ ചീർപ്പുമ്പിലേക്ക് നോക്കിട്ടേ. കണ്ണു നോക്കണ്ട. ചീർപ്പ് ഇങ്ങനെ വരുമ്പോ കണ്ണ് കോങ്കണ്ട. ഇതിപ്പോ എന്താ ഒതുക്കി ലെവൽ ചെയ്യാൻ പറ്റും തോന്നില്ല. അങ്ങനെ കളിക്കാണ്. ശുണ്ടാപ്പി 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 ഇങ്ങോട്ട് നോക്ക്. ഇവിടെ നോക്ക്. ഇവിടെ ശുണ്ടാപ്പിയെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ചെറുപ്പ് ചെറുപ്പ് ചെറുപ്പ്. അതായത് ഇതിപ്പോ ഇങ്ങനെ എടുത്താലേ ഓന്റെ ബാക്ക് നോക്ക്. ഓന്റെ ബാക്ക് നോക്ക്. അങ്ങനെ വേണ്ടേ. ഇത് മിക്ക കോഴിമുട്ട മാതിരി തന്നെയാണോ? ഒയ്യോ ഇല്ല കുഴപ്പമില്ല. തലേന്റെ ബാക്കിൽ മടക്കൊക്കെ ഈ തടിയന്മാർക്ക് ഉണ്ടാവുന്നു. മറ്റേത് ഉറക്കില്ല കറക്റ്റ്. ഇവൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഓൾറെഡി ഇങ്ങനെ മൊട്ട രീതിയിലേക്ക് ഇവൾ ആക്കി വെച്ചു. ഞാൻ നല്ല രീതിക്ക് ബ്ലേഡ് ഇട്ട് നല്ല സെറ്റാക്കി വന്നതിന് എന്റെ സ്കിന്ന് ഞാൻ പുറത്തെടുത്തതിന്. ഇവള് സമ്മതിച്ചില്ല. ഇവള് പറഞ്ഞ നല്ല രീതിക്ക് മൊട്ട പോലെ തന്നെ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ വെട്ടും. എന്താ അറിയില്ല, മുടി വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലുള്ള ആഗ്രഹം. അത് എനിക്ക് മാത്രമൊന്നല്ല, ഈ വെട്ടി നോക്കിയില്ല എന്റെ മുടി. സ്വാഭാവികം എല്ലാ ആണുങ്ങളും വെട്ടി നോക്കിയിട്ടുണ്ടാവും. ഇവളാദ്യം പറഞ്ഞ പോലെ ഈ രീതിയിലാണ് മുടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വെച്ചങ്ങ് എടുത്തേനെ. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറായി ഇതിന്റെ മുകളിൽ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റും. ഞാൻ തുടക്കക്കാരനാണല്ലോ. അപ്പൊ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് ഒരു മൊട്ടസൂപ്പി പോലെ ആയിപ്പോയി. അത് ഞാൻ ചീർപ്പ് വെച്ച് ഇങ്ങനെ എടുത്തായിരുന്നു. ചീർപ്പിന്റെ മുകളിൽ നിന്ന് മിസ്സായിട്ട് നേരെ മുടിയിലേക്ക് അങ്ങ് പോയി. അപ്പൊ മൊത്തത്തിൽ ആ ഭാഗം അങ്ങോട്ട് പോയി. പക്ഷെ എന്നാലും ഇപ്പോ മുഖം തന്നെ മാറിപ്പോയി. ഇപ്പം കുറച്ച് കഴിഞ്ഞ് വലുതാവുമ്പോ ഈ കാണുന്നാലോചിച്ചൊക്കെ. അങ്ങനെ ഗൈസ്, ഒരു 1.5 മണിക്കൂറിന്റെ പണിക്ക് ശേഷം ഞങ്ങൾ ഈ കോലത്തിൽ മൊട്ടസൂപ്പിയാക്കി ഗൈസ്. ഈ ചില ഭാഗങ്ങൾ ഇങ്ങനെ പാച്ച് പോലെ ഉള്ളത്, ഒന്നാമത് ഇവന് മുടിയുടെ ഉള്ളു കുറവുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ഇങ്ങനെ ചീർപ്പോണ്ട് ഇങ്ങനെ എടുത്ത് വരുന്ന സമയത്ത് ചില സൈഡൊന്ന് ഒന്നൊന്ന് മിസ്സായിപ്പോയി. പിന്നെ ആദ്യത്തെ പ്രാവശ്യമല്ലേ, പിന്നെ ഇവന്റെ തലയൊക്കെ എല്ലാം പരീക്ഷിക്കാൻ പറ്റുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യം എനിക്ക് പറഞ്ഞാൽ മതി ഇനി ഇത് ഈ കോലത്തിലാ വേണ്ടതെന്നുള്ളത് വെച്ച് കഴിഞ്ഞാല്. മുഖത്ത് മുടിയുണ്ട് നിറച്ച്. ഇപ്പൊ പൗഡറിൽ കുളിപ്പിക്കണം ഇനിയിപ്പോ ഇവന്റെ മുടിയൊക്കെ പോക്കട്ടെ. അപ്പൊ ഓക്കെ ഗൈസ്, റെഡി 1 2 3. ഏകദേശം ഈ കോലത്തിലാക്കി എടുത്തു ഗൈസ്. ഇവിടെ കുറച്ച് പണികൾ പറ്റിയിട്ടുണ്ട്. കാണിച്ചതാ ഗൈസ്, അവിടെ നിൽക്ക്. ഒന്നിതാ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഈ സ്ഥലങ്ങളിലൊന്നും ഈ മുടി ഇല്ലാഞ്ഞിട്ടല്ലേ. അല്ലാണ്ട് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയതല്ല. ഇവിടെ ഈ ഒരു ഭാഗം വെച്ചിരുന്നില്ല മര്യാദ. ഇവിടെ പാടൂ. ഈ സൈഡിൽ ഓൾറെഡി അവന് മുടിയില്ല. നീറ്റായി ഒരു സുഖം ഉണ്ടാവും. പാനില്ലേ കൊറേ. ഞാൻ ആ ഒരു പെന്തൽച്ചി എന്റെ തലേന്ന് വരുന്നതാണ്. സുഖം ഉണ്ടാവും. ഓക്കെ, അപ്പം എൻ്റെ സ്കില്ല് ഞാൻ ഏറെക്കുറെ പുറത്തെടുത്ത് ഈ കോലത്തിലാക്കി വെച്ചിട്ട് ഞാൻ ആദ്യം മര്യാദയ്ക്ക്, അതായത് ട്രിമ്മറിൻ്റെ മറ്റേ ഈ ബ്ലേഡില്ലേ, ഈ ബ്ലേഡ് വെച്ചിട്ട് ആദ്യം വൃത്തിക്ക് ഞാൻ ചെയ്ത്. അപ്പൊ ആദ്യം ഈ പറഞ്ഞ ഈ കോലത്തിലേ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേനോ കുറച്ചൊന്നും എടുക്കണം. ഇത് വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ടേന്. ഇവിടെ ഫ്രണ്ടിൽ നല്ലോണം മുടി ഉണ്ടായിരുന്നു. അതായത്
ബാക്കിൽ കുറച്ച് ഇവന് മുടി പാച്ച് ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആണുള്ളത്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല മുടി തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒക്കെ വെട്ടി. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്താലോ? എന്താ അഭിപ്രായം? ഇത് വിട്ടു തരും. എന്നാ പിന്നെ ഉറപ്പിച്ച് ഞാൻ വേറെ പോയി വെട്ടേണ്ടി. അല്ല ഞാൻ വേണോ? ഫോൺ അടുത്തേക്ക് വരുമ്പോ നോക്കിയേ. അതല്ല അവന് ഫോൺ വേണ്ടിട്ട് നോക്കുന്നില്ല. എപ്പ കൈ വെക്കും പറയുമ്പോ അങ്ങനെ എല്ലാ കാര്യവും. ഇപ്പൊ ഫോണ് വേണ്ട. അങ്ങനെ മുടി വെട്ടും നല്ല ഒരു ആറാട്ടും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മുത്താറിപ്പൊടി എന്താണ് മുത്താറിയും കാരക്കും അത് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കഴിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ എനിക്ക്? എന്താ? മുത്താറി നല്ല പോഷകമാണ്. അതിപ്പോ ആഹാരം തന്നെ ഫുൾ പോഷകം നിറഞ്ഞതാണല്ലോ. ഇത് കൊടുക്കുന്നതിനുള്ള കൊണ്ട് കാര്യം എന്താ വെച്ചാല് നല്ല മക്കൾക്ക് നല്ലതാന്ന് പറയുന്ന എനിക്കറിയില്ല. ശരി. ഇത് കഴിച്ചാൽ ഇതിനകത്ത് മഗ്നീഷ്യം ഉണ്ട്, അയേൺ ഉണ്ട്, അതായത് ബാക്കിയുള്ള കുറച്ച് പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, ഞങ്ങൾ പനങ്കൽക്കണ്ടം ആണ് ഇപ്പൊ എന്താണ് പിള്ളേർക്ക് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ അതിന് പകരമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഈ നമ്മുടെ നല്ല ജ്യൂസി ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നൈസായിട്ട് ഇങ്ങനെ അലിയിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. നല്ല മുട്ടശപ്പിയായി ഞങ്ങള് അങ്കരിയൊക്കെ തിന്നാൻ പോവാണ് ഗൈസ്. മുഖം തന്നെ മാറിപ്പോയി. ആ ഒരു ചെറിയ വലിയ ആളായിപ്പോയി. മറ്റേ വാസുവണ്ണനെ കുഞ്ഞിക്കൂനല്ലേ വാസുവണ്ണനെ മാറി. നീ കൊള്ളാലോടി കൊച്ചേ, എങ്ങോട്ട് നോക്ക്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.